ഞങ്ങളുടെ കൂടെയുള്ള മുൻ പഞ്ചായത്ത് മെമ്പറാണ് കുഞ്ഞമ്മ ഷാജി, അദ്ദേഹമുണ്ട്. നമ്മുടെയൊക്കെ ഈ കാര്യത്തിൽ ഒരുമിച്ച് ഞങ്ങൾ ഈ കാര്യത്തെ സംബന്ധിച്ച് ആവശ്യപ്പെടുകയും അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം നിരവധി തവണയായി ഞങ്ങൾ ഇവരോട് അധികാരികളോട് ആവശ്യപ്പെടുന്നു. ഇന്ന് വരെ നാഷണൽ ഹൈവേ അതോറിറ്റി തിരിഞ്ഞു നോക്കാൻ തയ്യാറായിട്ടില്ല. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇപ്പൊ വാട്ടർ ലോഗ് ഞങ്ങൾക്ക് മാറ്റണം എന്നുകൊണ്ട് ഞങ്ങൾ തുമ്പയും പൊട്ടണ വെള്ളത്തിൽ വണ്ടി തട്ടിയാണ് ഒരു വണ്ടി വെട്ടിച്ചു, അടുത്ത വണ്ടി വന്ന് അതിലിടിച്ചാണ് ഇവിടെ അപകടം ഉണ്ടായത്. അപ്പൊ ഈ വെള്ളക്കെട്ട് മാറ്റിയാൽ ഈ കഴിഞ്ഞ ദിവസം അപകടം ഉണ്ടാവില്ലായിരുന്നു, മരണം ഉണ്ടാകില്ലായിരുന്നു. അപകടങ്ങൾ ഇനി ഇങ്ങോട്ട് ഒരു പരമ്പരയായി സംഭവിക്കില്ല. അതിന് തടയിടാനാണ് റെസിഡൻസ് അസോസിയേഷൻ എന്ന നിലയ്ക്ക് അച്ചൻസ് നഗറിന്റെ ഭാരവാഹികൾ എന്ന നിലയ്ക്കും ഞങ്ങൾ ഈ പൊതുപ്രവർത്തകർ എന്ന നിലയ്ക്ക് ഞങ്ങൾ ഇന്നിവിടെ വന്ന് ഇവിടെ ഈ മഴ സമയത്തെങ്കിലും നിന്ന് നനഞ്ഞ് ഞങ്ങളുടെ ആവശ്യം നിറവേറ്റാവുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. പല പ്രാവശ്യമായി നമ്മുടെ ഹോം സയൻസ് കോളേജിൽ അവര് ബന്ധപ്പെട്ട അധികാരികളൊക്കെ വിളിച്ചു, കളക്ടറെ വിളിച്ചു, കളക്ടറും കൂടെ വന്നോന്നറിയില്ല. ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് കുറച്ചു പേരൊക്കെ അന്ന് വന്ന് ഒന്ന് ഫോട്ടോ എടുത്തും അതിന്റെ കേസുകളൊക്കെ നോക്കി പോയതല്ലാതെ അതിൽ ഒരു കല്ലെടുത്ത് വെക്കാനുള്ള നിലപാട് പോലും ആരും തന്നെ സ്വീകരിച്ചില്ല. കാരണം ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി കേന്ദ്ര ഗവൺമെന്റിന് കീഴിലാണത്. അതുകൊണ്ടാണ് ആ ഒരു നിലപാടിലേക്ക് നമ്മൾ പോയത്. തീർച്ചയായിട്ടും ഞങ്ങൾ അവരെ പാലിയക്കര ടോളിൽ പോയി നേരിട്ട് അപേക്ഷ കൊടുത്താളാണ് ഞാൻ. എനിക്ക് എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ അവിടെ കൗൺസിലർ സാജി, അഡ്വക്കേറ്റ് സാജി നിരവധി പ്രാവശ്യമായി അവരുമായി ബന്ധപ്പെട്ടു. ഇന്നാളെ അവർ അന്വേഷിക്കാൻ വന്നിരുന്നു. അന്വേഷിച്ച് പോയതല്ലാതെ അതിനെ സംബന്ധിച്ച് മഴക്കാലമായി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അങ്കമാലി നഗരസഭയുടെ ഭാഗത്ത് എല്ലാ സഹായങ്ങളും അവരുടെ ഭാഗത്ത് നിന്ന് ചെയർപേഴ്സൺ റീത്താപ്പോളും വൈസ് ചെയർമാൻ ബിസിൻ മുണ്ടാടിനും ഈ വാർഡിന്റെ കൗൺസിലർ നിലയ്ക്ക് സാജി, അഡ്വക്കേറ്റ് സാജി ഉൾപ്പെടെ എല്ലാവിധ കാര്യങ്ങൾക്കും അവർ മുൻപന്തിൽ നിൽക്കുന്നവരാണ്. അതുപോലെ തന്നെ നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീമതി ജെസ്സി ജോർജും വൈസ് പ്രസിഡന്റ് ഷാബോറും ഉൾപ്പെടെ ഈ വാർഡിന്റെ കൗൺസിലർ നിത്യ അവിടെ എല്ലാ ശ്രദ്ധയിലും വന്ന കാര്യമാണ്. ഞങ്ങളുടെ വീടുകളിലേക്ക് പോകുന്നതിന്റെ ഭാഗത്ത് എപ്പോഴും വണ്ടി പറയുകയാണ്. എന്താ കാരണം? അവിടെ സ്ലാബില്ല. ഒരു ടൂ വീലറുകാർ പലപ്പോഴായി ആ കുഴിയിലേക്ക് വീഴുകയാണ്. ഞങ്ങൾ റെസിഡൻസിന്റെ കുറച്ച് പേര് ഞങ്ങൾ ചേർന്ന് ഒരു 13,000 രൂപ പിരിച്ച് അതിന്റെ മുകളിൽ സ്ലാബ് ഇട്ടാണ് ഇപ്പൊ ഞങ്ങളുടെ അപകടം ഒഴിവാക്കിയത്. നാഷണൽ ഹൈവേയുടെ വർക്ക് ഞങ്ങൾ ചെയ്യണം, നാട്ടുകാർ. ആ ഒരു സ്ഥിതിയിലേക്കാണ് നാഷണൽ ഹൈവേ നമ്മോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. അത് കേസിന്റെ രൂപത്തിലാണ് ഇനി അടുത്ത നടപടി എന്ന നിലയ്ക്ക് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് ഇവിടുത്തെ വാട്ടർ ലോഗ് ഈ ഭാഗത്ത് ഞങ്ങൾ ഇന്ന് പൂർണ്ണമായും നീക്കിയതിനു ശേഷം ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് പോകുള്ളൂ. ഇതാണ് നിങ്ങൾക്ക് മുമ്പാകെ പൊതുജനം മുമ്പാകെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട കളക്ടർ അദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ പവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായ ഒരു നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കണം. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആളുകളെ അടിയന്തരമായി ഇവിടെ വിളിച്ചു ചേർത്ത് ഈ അപകട പരമ്പര ഒഴിവാക്കാനുള്ള നിലപാട് സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.